കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി രൂപീകൃതമായതും സമാജ്വാദി പാർട്ടി 62 സീറ്റിലും കോൺഗ്രസ് 17 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റിലും എന്ന രീതിയിലാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയുടെ ടാലി. 80 ലോക്സഭാ സീറ്റിൽ കുറഞ്ഞത് 40 എണ്ണമെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി. അതിന് തക്കതായ കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒരുമിച്ചുള്ള ഈ നിൽപ്പ് തന്നെയാണ്. വോട്ട് ഷെയർ കൂടാനുള്ള എല്ലാവിധ സാധ്യതകളും കൃത്യമായി കൽപ്പിക്കപ്പെടുന്നുണ്ട്. 40 അതിലധികമോ ശതമാനക്കണക്കിൽ വോട്ട് ഷെയർ വർദ്ധിച്ചാൽ കൃത്യമായും അത് ഇന്ത്യ മുന്നണിക്ക് പ്രയോജനം ചെയ്യും. RLD കൃത്യമായി BJPയുടെ കൂടെ പോയ സ്ഥിതിക്ക് കാര്യമായിട്ടുള്ള ലാഭവിഹിതമൊന്നും BJPക്ക് കിട്ടും എന്ന പ്രതീക്ഷയെ വേണ്ട. ജയന്ത് ചൗധരി അടക്കമുള്ള നേതാക്കൾ BJPയിലേക്ക് എത്തിയത് കൊണ്ട് സമാജ്വാദി പാർട്ടിക്ക് നഷ്ടവുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയന്ത് ചൗധരി BJPയുടെ ശത്രുപക്ഷത്തായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിലേക്ക് പോകുന്നത് വഴി ജയന്ത് ചൗധരിക്ക് നേട്ടം കൊയ്യാം എന്നുള്ള ചിത്രീകരണമാണ് അവിടെ ഉള്ളത്. 2 ലോക്സഭാ സീറ്റ് അതിന്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. അജിത് സിംഗിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പരമ്പരാഗതമായി കൈവശമുള്ള ആധിപത്യമൊന്നും ഇപ്പോഴില്ല. ഉത്തർപ്രദേശിന്റെ സമസ്ത മേഖലകളിലും BJPയും അപ്നാദളും കൂടി കൈയടക്കിയിരിക്കുന്ന ആ സാഹചര്യം, ആ കോട്ട പൊളിക്കണമെങ്കിൽ സമാജ്വാദി പാർട്ടി മാത്രം വിചാരിച്ചാലേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഏകദേശം 30ഓളം മണ്ഡലങ്ങളിൽ 50%-ലേറെ വോട്ട് ഷെയർ നേടിയാണ് BJP കഴിഞ്ഞ തവണ വെന്നിക്കൊടി പാറിച്ചതെങ്കിൽ ഇക്കുറി 50%-ലേറെ വോട്ട് ഷെയർ കിട്ടാൻ BJPക്ക് സാധ്യതയുള്ളത് 10ഓളം മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവരുടെ ആഭ്യന്തര സർവേ പറയുന്നത്. മാത്രമല്ല RSSന്റെ കണക്കൂട്ടലനുസരിച്ച് BJPക്ക് കുത്തനെ സീറ്റുകൾ കുറയാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ലഭിച്ച 62 സീറ്റുകൾ ഇക്കുറി അത് നന്നായി ശക്തമായ ഭരണവിരുദ്ധതയുടെ പേരിൽ അവിടെ കുറയാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഉത്തർപ്രദേശിന്റെ സംസ്ഥാനം നിയന്ത്രിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ട്. ഒന്നാമതായി തൊഴിലില്ലായ്മ തന്നെയാണ്. ഫാക്ടറികളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മെല്ലെ പോക്ക്. രണ്ടാമത്തെ പ്രധാന കാര്യങ്ങൾ ആശുപത്രിയും അതുപോലുള്ള സംരക്ഷണ സംവിധാനങ്ങളുമാണ്. നിരവധി ഹോസ്പിറ്റലുകൾ അനുവദിച്ചു, പ്രാഥമികമായ സൗകര്യങ്ങൾ എല്ലാം കെട്ടിപ്പൊക്കി എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും നഗരമേഖലകളിൽ ബാങ്കിങ് സൗകര്യവും ഇപ്പോഴും നന്നേ കുറവാണ്. അത് കൂടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം അത് നടക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം. ജംഗിൾ രാജ് ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ എന്നും BJPക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നാണ് യോഗി സർക്കാർ എപ്പോഴും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജംഗിൾ രാജിന്റെ കാലമൊക്കെ കഴിഞ്ഞു. സമാജ്വാദി പാർട്ടി പുതിയ ആവിഷ്കരണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയും വളരെ വ്യത്യസ്തമായ രീതിയാണ്.